ഭിന്നശേഷി വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ഗസയിലെ മദർ തെരേസ ചർച്ചിന് നേരെയും ഇസ്രായേൽ ആക്രമണം. ഡിസംബർ 16 നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ പ്രായമായ ഒരമ്മയും മകളും ഉൾപ്പെടെ 2 ക്രിസ്ത്യൻ സ്ത്രീകൾ കൊല്ലപ്പെടുകയുണ്ടായി. ഗസയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും ഇസ്രായേലിൻ്റെ കൊലയ്ക്ക് ഇരയായേക്കാമെന്ന അവസ്ഥയാണിപ്പോൾ. അതിൽ മുസ്ലിംകളും ക്രിസ്ത്യാനികളും എല്ലാമുണ്ട്. ക്രിസ്ത്യൻ സമൂഹം ക്രിസ്മസ് ആഘോഷിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തുമ്പോഴാണ് ഈ കൊലപാതകങ്ങൾ. ഇന്നലെ തൻ്റെ 87ാം ജന്മദിനം ആഘോഷിച്ചപ്പോൾ റോമിൽ നിന്ന് പോപ്പ് ഫ്രാൻസിസ് വളരെ വേദനയോടെ ഈ സംഭവങ്ങളെ പരാമർശിക്കുകയുണ്ടായി. നിരായുധരായ മനുഷ്യർക്ക് നേരെ ഗസയിൽ നടത്തുന്ന ബോംബ് വർഷങ്ങളെയും അദ്ദേഹം അപലപിക്കുകയുണ്ടായി. യുദ്ധമോഹത്താൽ കണ്ണിൽ കാണുന്ന മനുഷ്യരെ മുഴുവൻ കൊന്നൊടുക്കുന്ന ഇസ്രായേലിന് എന്തു ക്രിസ്മസ്, ഏതു മതക്കാർ? ഫലസ്തീനിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യരും അവരുടെ ലിസ്റ്റിൽ കൊല്ലപ്പെടേണ്ടവരാണ്. ആർക്കാണ് ഈ ക്രൂരരാഷ്ട്രത്തിൻ്റെ നൃശംസതകൾ അവസാനിപ്പിക്കാനാവുക?